വിമാനയാത്രക്കാർക്ക് ആശ്വസിക്കാൻ വകയില്ല. 60% സീറ്റുകൾ സൗജന്യമായി നൽകണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു. നിലവിൽ വിമാനങ്ങളിൽ ഏകദേശം 20% സീറ്റുകൾ മാത്രമാണ് അധിക തുക നൽകാതെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. വിമാന കമ്പനികൾക്ക് ആശ്വാസം, എന്നാൽ വിമാനയാത്രക്കാർക്ക് ആശ്വസിക്കാൻ ഒട്ടും വകയില്ല. വിമാനങ്ങളിൽ കുറഞ്ഞത് 60% സീറ്റുകളെങ്കിലും സീറ്റ് സെലക്ഷൻ ചാർജ് ഇല്ലാതെ നൽകണമെന്ന ഉത്തരവ് ഇപ്പോൾ കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയം മരവിപ്പിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് വിമാന ഇന്ധനവില വർദ്ധിച്ച സാഹചര്യത്തിൽ അധിക വരുമാനം തടയുന്ന ഇത്തരം നീക്കങ്ങൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടാൻ കാരണമാകുന്നുവെന്ന് വിമാന കമ്പനികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ പിന്മാറ്റം. നിലവിൽ വിമാനങ്ങളിൽ ഏകദേശം 20% സീറ്റുകൾ മാത്രമാണ് അധിക തുക നൽകാതെ തിരഞ്ഞെടുക്കാൻ സാധിച്ചു വരുന്നത്. ബാക്കിയുള്ള സീറ്റുകൾക്ക് വലിപ്പവും സ്ഥലവും അനുസരിച്ച് പ്രത്യേകമായി വിലയിൽ മാറ്റമുണ്ട്. സീറ്റിനു വേണ്ടി 200 രൂപ മുതൽ 2100 രൂപ വരെ അധികമായി നൽകേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. കൂടുതൽ സീറ്റുകൾ സൗജന്യമായി നൽകാൻ നിർദ്ദേശിച്ചത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്ന് കരുതപ്പെട്ടിരുന്നിടത്താണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. വിമാനത്തിലെ സീറ്റ് സെലക്ഷൻ ചാർജുകൾ ഉൾപ്പെടെയുള്ള അധിക നിരക്കുകളെക്കുറിച്ച് യാത്രക്കാരിൽ നിന്ന് വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ആദ്യ നീക്കമുണ്ടായത്. എന്നാൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ വിമാന കമ്പനികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ സർക്കാർ നിർബന്ധിതരാകുന്നതാണ് ഇന്ന് പ്രകടമാകുന്നത്. ഇതോടെ വിമാനയാത്രക്കാർക്ക് സൗജന്യമായി സീറ്റ് തെരഞ്ഞെടുക്കാനുള്ള അവസരം ഇനിയും നീളുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. വിമാനങ്ങളിൽ പകുതിയിലധികം സീറ്റുകൾ യാത്രക്കാർക്ക് സൗജന്യമായി തെരഞ്ഞെടുക്കാൻ അവസരമൊരുക്കണമെന്ന മുൻ ഉത്തരവ് കേന്ദ്ര സർക്കാർ മരവിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വിമാനയാത്രക്കാർക്ക് ഞെട്ടലാണ്. ആകെ സീറ്റുകളുടെ 60% അധിക നിരക്കില്ലാതെ നൽകണമെന്നായിരുന്നു നേരത്തെയുള്ള ആവശ്യം. എന്നാൽ വിമാന ഇന്ധനത്തിന്റെ വില വർധനവും വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവ് ഉയർന്നതും പരിഗണിച്ചുള്ള മാറ്റം പുനഃപരിശോധിക്കണമെന്ന ആവശ്യങ്ങളും ഉയരുകയാണ്. യാത്രക്കാർക്ക് ന്യായമായ രീതിയിൽ സീറ്റുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മാർച്ച് 18 ഈ നിർദ്ദേശം ആദ്യം നൽകിയത്. ഏപ്രിൽ 20 മുതൽ ഇത് പ്രാബല്യത്തിൽ വരാനിരിക്കുമ്പോഴാണ് ഈ മാറ്റം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.